അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് 80 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. നമുക്ക് 81ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ഓക്കെ, തജ്വീദ് നിയമം ഒന്ന് നോക്കാം. ഫഅറദ്നാ, ഫഅറ എന്ന് ഓതരുത്, റ എന്ന് ഉച്ചാരണം കൊടുക്കുക കേട്ടോ. ഫഅറദ്, ദാല് കൽക്കലേൻ്റെ ലെറ്റർ ആണ്, ഫുൾ സുക്കൂന് കൊടുക്കണം. ഫഅറദ്. ഓക്കെ, ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ. ഇവിടെ വന്നിട്ടുള്ള നിയമം ഫഅറദ്നാ, മദ് മുൻഫസിലാണ് അല്ലേ, മദ് മുൻഫസിലാണ് ഇവിടെ വന്നിട്ടുള്ള നിയമം. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ, 4 അനക്കം വരെ നീട്ടി ഓതാം. ഓക്കെ, അൻ യുബ്ദിലഹുമാ, സാക്കിനായ നൂനിന് ശേഷം യ വന്നു, എന്ത് ചെയ്യാം, മണിച്ചു കൂട്ടിച്ചേർത്തോതാം. അൻ യുബ്ദില. ഓക്കെ, മണിച്ചു കൂട്ടിച്ചേർത്തോതുക. ഇതിന് നമ്മളൊരു പേര് പഠിച്ചല്ലോ, ഇത് ആംബ്യോന്ന ചെയ്യാട്ടോ. യുബ്, ബഇന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കണം. കൽക്കലയുടെ ലെറ്ററാണ് ബ. ഓക്കെ, യുബ് എന്ന് ഫുൾ സുക്കൂന് കൊടുത്ത് ഓതുക. യുബ്ദിലഹുമാ, ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. യുബ്ദിലഹുമാ റബ്ബുഹുമാ, റബ്ബുഹുമാ അല്ല, റബ്ബുഹുമാ. ബഇന് ശബ്ദമുണ്ട്, ബഇനെ ഒന്ന് കനപ്പിച്ചൊടുക്കുക. റബ്ബുഹുമാ ഖൈറൻ മിൻഹു, ഖൈറൻ മി. തൻവീന് ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്തോതണം. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം മീമു വരികയാണെങ്കിൽ മണിച്ചു കൂട്ടിച്ചേർത്തോതണം കേട്ടോ. ഇത് ആംബ്യോന്നയാണ്. ഓക്കെ, മിൻഹു സകാതൻ വ, മിൻഹു സകാ, കാന നീട്ടാനും നോക്കൂ, ഒരു വാവ് ഇട്ടിട്ടുണ്ട്, വാവിൻ്റെ മുകളിലാണ് മദ് ഇട്ടിട്ടുള്ളത് അല്ലേ. ഇവിടെ വാവിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും ഇല്ല, നീട്ടാനാണ്, മദ് ചെയ്യാനാണ് അവിടെ വാവിൻ്റെ മുകളിൽ മദ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വാവിന് ശബ്ദം ഇല്ല കേട്ടോ. സക്കവ എന്നൊന്നും ഓതരുതേ. സക 2 അനക്കം നീട്ടാനുള്ള സാധാരണ മദ്ദാണ്. സകാതൻ വ, ഇവിടെ തെൻവീന് ശേഷം വാവ് വന്നു അല്ലേ. തെൻവീന് ശേഷവും സാക്കിനായ നൂനോ തെൻവീനോ ശേഷം വാവ് വരികയാണെങ്കിൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. സകാതൻ വ. ഓക്കെ, ഇത് ബ്യോന്ന ചെയ്യണം കേട്ടോ. വഅഖറബ, ഖാഫ് കൽക്കലയുടെ ലെറ്ററാണ്, സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. അഖറബ റഹ്മാ, ഹന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന കൊടുക്കേണ്ടത് കേട്ടോ. ഹ കൽക്കലയുടെ ലെറ്റർ അല്ല അല്ലേ. ഹ എന്തല്ല, കൽക്കലയുടെ ലെറ്റേഴ്സിൽ പെട്ടതല്ല. അപ്പം നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കും. റഹ്മാ. ഓക്കെ, 2 അനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം കേട്ടോ. 82ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. വഅമ്മൽ ജിദാറു ഫകാന ലിഉലമൈനി യതീമൈനി ഫിൽ മദീനതി വകാന തഹ്തഹു കൻസുൽ ലഹുമാ وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا. ഓക്കെ, 82ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം നമുക്കൊന്ന് നോക്കാം. വഅമ്മൽ
ജിദാറു ഇവിടെ മീമിനെ നീട്ടാനുണ്ട് അല്ലേ, മദ് ചെയ്യാനുണ്ട്, നന്നായിട്ട് മണിക്കാനുണ്ട്. നമ്മൾ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. വ എന്ന് പറയുമ്പോൾ ചുണ്ട് സർക്കിൾ ആക്കിക്കൊണ്ട് ഉച്ചരിക്കണം കേട്ടോ. ഓക്കെ. ജിദാറു ഇവിടെ ഹംസത്തുൽ വസലിന്റെ മുന്നേ മദ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, നീട്ടില്ല, കൂട്ടി ചേർത്ത് ഓതും. ജിദാറു ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ജിദാറു. ഫകാന ലിഉലമൈനി ഫകാന രണ്ടനക്കം നീട്ടി കൊടുക്കുക. കാഫിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. ഫകാന ലിഉലമൈനി ഗൈനാണ് ഗൈൻ. തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന അക്ഷരം ഗൈൻ. ഓക്കെ. ഗുലാമൈനി ലാമിന്റെ ഉള്ളിൽ ചെറിയൊരു അലിഫ് ഉണ്ട്, അലിഫ് മദ് ഉണ്ട്, സാധാരണ മദ്. രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഗുലാമൈനി യതീമൈനി ഫിൽ മദീന. ഫിഫന്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മളവിടെ ഫീ എന്ന് നീട്ടി ഓതില്ല. കാരണം ഹംസത്തുൽ വസലിന്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. കൂട്ടി ചേർത്ത് ഓതും. ഫിൽ മദീനതി ഫിൽ മദീനതി വകാന തഹ്തഹു എന്ന് ഓതരുത് കേട്ടോ. തഹ് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹന് തഹ്തഹു. ഹന് ശേഷം ഒരു കുഞ്ഞു വാവ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മളൊരു നിയമത്തിന്റെ പേര് പഠിച്ചല്ലോ, മദ്സുല സുഗ്റ. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, കുറച്ച് നീട്ടിക്കൊടുക്കുക എന്നുള്ളത്. ഓക്കെ. തഹ്തഹു കൻസുൽ ലഹുമാ കൻസു. ഇവിടെ നൂന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടില്ല. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിക്കണം. കൻസു. ക എന്ന് ഉച്ചരിക്കൂല കേട്ടോ, കാഫാണ്. കൻസു കൻസുൽ ലഹുമാ. തൻവീന് ശേഷം ലാമു വന്നാൽ കൂട്ടി ചേർത്ത് ഓതിയാൽ മതി, മണിക്കാൻ പാടില്ല കേട്ടോ. കൻസുൽ ലഹുമാ. ഓക്കെ. വകാന അബൂഹുമാ. ഇവിടെയൊക്കെ സാധാരണ മദ്ദാണ് വന്നിട്ടുള്ളത്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ഇവിടെയൊക്കെ വകാന അബൂഹുമാ രണ്ടനക്കം മാത്രം നീട്ടിയാൽ മതി കേട്ടോ. സാലിഹൻ സാലിഹൻ. ഇവിടെ നോക്കൂ, ഇവിടെ സ്വാലിഹൻ എന്ന് ഓതാൻ കഴിയില്ല, രണ്ട് ഫത്ഹായും ഒരുമിച്ചല്ല അല്ലെ. അവിടെ നമ്മൾ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചോദനം. സാലിഹൻ ഹൻ എന്ന് പറയാതെ ഓക്കെ. സാലിഹൻ ഫഅറാദ റബ്ബുക ഫഅറാദ. ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. അലിഫ് മദ് വന്നിട്ടുണ്ട്. ഫഅറാദ റബ്ബുക. റബ്ബുക അല്ല, റബ്ബുകയാണ്. റോ റബ്ബു. ബഇന് ശബ്ദമുണ്ട്, ബഇനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. റബ്ബുക. കാഫിനൊരു ചെരിവ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. റബ്ബുക എന്ന് ഓതരുത്, ക അല്ല, റബ്ബുക. സക്കിനായ നൂനിന് ശേഷം യാ ഒന്നാൽ മണിച്ച് കൂട്ടി ചേർത്ത് ഓതണം എന്ന് നമ്മൾ പഠിച്ചൂല. ഇത് ആംബ്യൊന്ന ചെയ്യണം. ഓക്കെ. അയ്യബ്. ബഇന് സുക്കൂനുണ്ട്, ഫുൾ സുക്കൂന് കൊടുക്കണം. കൽക്കലേന്റെ ലെറ്റർ ആണ് യബ്. അശുദ്ധഹുമാ. ഓക്കെ. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. 4 അനക്കം വരെ നീട്ടി ഓതാം. ഓക്കെ. അശുദ്ധഹുമാ അശുദ്ധഹുമാ. ഇവിടെ ദാലിന്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ദാലിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ, ശ്രദ്ധ വന്നത് കാരണം. അശുദ്ധഹുമാ വയസ്തഖ്രിജ. വയസ് ഇവിടെ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. വയസ്. ഇവിടെയും ഹാഫ് സുക്കൂനാണ്, ഖനും ഹാഫ് സുക്കൂനാണ് കേട്ടോ. വയസ്തഖ്രിജ. ഓക്കെ. ഹാഫ് സുക്കൂന് കൊടുക്കുക. കൻസഹുമാ. നൂനിന് സുക്കൂനില്ല, അവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിക്കണം. കൻസഹുമാ. ഓക്കെ. റഹ്മതമ്മി. തൻവീനു ശേഷം മീമു വന്നാൽ നമ്മൾ പഠിച്ചതാണ്, സക്കിനായ നൂനോ തൻവീനോ ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം കേട്ടോ. റഹ്മതമ്മി മിർ റബ്ബിക്.
സക്കിനായ നൂനോ തൻവീനോ ശേഷം ലാമ് റോ ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ കൂട്ടിച്ചേർത്ത് ഓത് മാത്രമേ ചെയ്യുള്ളൂ, മണിക്കില്ല. മിറബിക് ഓക്കെ എന്നിങ്ങനെ ഓതുക. ഇവിടെ നിർത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിർത്തണമെങ്കിൽ നമുക്ക് റബ്ബിക് എന്ന് പറഞ്ഞ് കാഫിന് സുക്കൂന് കൊടുത്ത് നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം. റബ്ബിക വമാ ഫഅൽതഹു എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം കേട്ടോ. വമാ ഫഅൽതുഹു അൻ അംരി എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, വമാ ഫഅൽതുഹു. ഇവിടെ ഹന് ശേഷം ഒരു കുഞ്ഞുവാവ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു നിയമം നമ്മൾ പഠിച്ചില്ലേ, മദ്സില സുഗ്റ, ചെറുതായിട്ടൊന്ന് നീട്ടിക്കൊടുക്കുക, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അൻ അൻ നൂൻ്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. വ്യക്തമായിട്ട് ഇൽഹാർ ചെയ്ത് ഓതുക, വ്യക്തമാക്കുക. അൻ എന്ന് വ്യക്തമാക്കി ഓതുക കേട്ടോ. സുക്കൂന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. അൻ അംരി അംരി. ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർത്താം. അംരി എന്ന് പറഞ്ഞ് രണ്ടനക്കം നീട്ടി ഓതി നിർത്താം കേട്ടോ. ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിലും അംരി ദാലിക തഅ്വീലു എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ദാലിക തഅ്വീലു. ത ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ ഹംസക്ക്. ത തഅ്വീലു. വാവിന് ശേഷം യാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കുക. തഅ്വീലു മാലം മാലം. മീമിനെ സുക്കൂന് വരുമ്പോൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് ലം എന്ന് ഉച്ചരിച്ചതിന് ശേഷം മാത്രം അടുത്ത പദത്തിലേക്ക് പോവുക കേട്ടോ. മാലം തസ്തി അലൈഹി. തഅ്വീലു മാലം മാലം. ലം എന്നുള്ളത് വ്യക്തമായിട്ട് ഓതിക്കൊടുക്കുക. മാലം. മീമിനെ സുക്കൂന് കണ്ടാൽ വ്യക്തമായിട്ട് അവിടെ ഓതിയതിന് ശേഷം മാത്രമേ അടുത്ത പദത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, മാലം തസ്തി തസ്തി അലൈഹി. തസ് സീന് ഹഫ് സുക്കൂന് കൊടുക്കുക. തസ് തസ്തി. തൊയ് ഉയർത്തി പറയേണ്ട അക്ഷരാണ്. തസ്തി തസ്തി അലൈഹി. ഐനിനെ ഐനിലേക്ക് കൂട്ടിച്ചേർത്ത് ഇദ്ഗാം ചെയ്ത് ഓതുക കേട്ടോ. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേരലാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുക, കൂട്ടിച്ചേർത്ത് ഓതുക. ഇതിനൊരു നമ്മളൊരു പേര് പഠിച്ചു അല്ലേ, ഇദ്ഗാം മുതമാസിലൈൻ. ഒരേ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഓതി പോകുന്നതിനാണ് എന്ത് പറയുന്നത്, ഇദ്ഗാം മുതമാസിലൈൻ എന്ന് പറയുന്നത്. ഹറക്കത്തില്ലാത്ത സുക്കൂനുള്ള ഐനിനെ ഹറക്കത്തുള്ള ഐനിലേക്ക് ഇദ്ഗാം ചെയ്യാം. ഓക്കെ, അലൈഹി സബ്റോ. സൊബ് ബഇന് സുക്കൂനുണ്ട്, കൽക്കലയുടെ ലെറ്റർ ആണ്, ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. സൊബ് സബ്റോ. രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.